നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഓരോ ആവശ്യത്തിനു വേണ്ടി സ്ക്രീൻഷോട്ടുകൾ എടുക്കാറുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പലപ്പോഴും അത് ഒരു സെക്കൻഡ് ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തിരിക്കുക. പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ആ സ്ക്രീൻഷോട്ട് ഡിലീറ്റ് ചെയ്യില്ല, നമ്മുടെ മൊബൈൽ ഫോണിൽ അത് കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പല ആളുകളുടെ മൊബൈൽ ഫോൺ എടുത്താലും സ്ക്രീൻഷോട്ട് ഭാഗത്ത് ഒരുപാട് മെസ്സേജുകൾ കിടക്കുന്നുണ്ടാകും. അതായിരിക്കും അവരുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് തീർക്കുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് സ്ക്രീൻഷോട്ടിൽ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായിട്ടാണ്. എന്താണ് ടിപ്സ് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. സ്ക്രീൻഷോട്ട് എടുത്തു. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇവിടെ ജസ്റ്റ് യെസ് എന്ന് കൊടുത്താൽ മതി. പിന്നെ 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആകും. ഓർക്കുക, നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഇവിടെ വരും. അത് യെസ് കൊടുക്കുന്ന സ്ക്രീൻഷോട്ട് മാത്രമാണ് ഡിലീറ്റ് ആകുക. ഡിലീറ്റ് ചെയ്യേണ്ട എന്നുള്ള സ്ക്രീൻഷോട്ടുകൾ എസ് കൊടുക്കാതെ ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം. ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്തു. ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്കൊരു മെസ്സേജ് വന്നത്. ഇവിടെ എസ് കൊടുത്താൽ 1 മിനിറ്റ് കഴിഞ്ഞാൽ ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകും. അതായത് ആ ഒരു സ്ക്രീൻഷോട്ട് ഡിലീറ്റ് ആകും. ഇനി എസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് ഡിലീറ്റ് ആകുകയില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്കറിയാൻ സാധിക്കും അഡീഷണൽ ആയിട്ട് എന്ത് കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്പിൻ്റെ സഹായം തേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ആപ്പിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് കൊടുത്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ ഇപ്പോൾ 1 മിനിറ്റാണുള്ളത്. നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇത്തരത്തിലൊന്നും ചെയ്തില്ല. ഇത് മാത്രം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏതാണോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടെങ്കിൽ ആ ഭാഗം, ഇപ്പോൾ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇവിടെ ജസ്റ്റ് യെസ് എന്ന് കൊടുത്താൽ മതി. പിന്നെ 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ സ്റ്റോറേജ് തീർക്കുന്നതിന് പ്രധാനമായിട്ടും നമുക്ക് സ്ക്രീൻഷോട്ട് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.